ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മംഗലാപുരം പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളാളം പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, ഇന്ന് ഇടുന്ന എത്ര കേട്ടോ. അപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് എല്ലാവരും ഈ ഫോട്ടോയിലുള്ള എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇവർ തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ AP ഉസ്താദ്, ഒരുപാട് ഉസ്താദുമാരും അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തങ്ങന്മാരെയും ഉസ്താദുമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മന്ത്രി വരുന്നത് നമ്മൾ നിന്നിട്ടില്ല കേട്ടോ. രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ബാഗൊക്കെ നോക്കി കുറച്ച് ഇപ്പുറത്തുമ്പോഴത്തേക്കിന് എൻ്റെ കയ്യിലുള്ള ബാഗ് പൊട്ടി കേട്ടോ. അപ്പോൾ നല്ല സ്ഥലത്തുനിന്നില്ല ബാഗ് പൊട്ടിയത്. അപ്പം ബാഗ് മേടിക്കാമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് വേറെ ബാഗ് ഉണ്ട്, 2-3 ബാഗ് ഉണ്ട് കേട്ടോ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാഗ് പൊട്ടിയില്ലേ വീട്ടിലേക്ക്, എങ്ങനെയല്ല അതെടുത്തിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ, പുതിയൊരു ബാഗ് മേടിച്ചതാണ്. പിന്നെ ഞാൻ വേണ്ട ഇപ്പോൾ വാങ്ങണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ 2-3 ബാഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ മേടിക്കാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഒന്നും സാധനം ഇങ്ങനെ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ 2-3 ഷോപ്പിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയെന്ന് മാത്രം. ഇപ്പോൾ സാധനമൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചു. कितने का 100 रुपये? പള്ളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരാണുങ്ങൾ നിന്നിട്ട് ബാഗൊക്കെ വെക്കുന്നു, കയ്യിൽ പിടിച്ചിട്ട് ബാഗ് വെക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നടക്കണ്ട, നീ ഇവിടുന്ന് ഒരു ബാഗ് എടുക്കുന്നുണ്ട്, അവിടുന്ന് ഒരു ബാഗ് എടുത്തു കേട്ടോ. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ ബാഗാണ്. പക്ഷെ വീട്ടിൽ 2-3 ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കാണ്ട് ഇന്നത്. ലാസ്റ്റ് അവിടുന്ന് ഒരു ബാഗ് എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി കേട്ടോ. മാഷാ അല്ലാഹ്, ഞങ്ങളെല്ലാം ഇപ്പോൾ കുറേ പ്രാവശ്യം കേട്ടോ ഇങ്ങനെ ഉള്ളാളം പള്ളിയിലേക്ക് വരുന്നത് വെച്ചാൽ മംഗലാപുരത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ പള്ളിയിൽ വരുമ്പോൾ കയറലുണ്ട്. ഒരു ദിവസത്തിന് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം, ഈ 5 വർഷം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ ഒരു റൂസ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ എത്തിയ പിന്നെ ഷാമിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഷാമ എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ഇവിടെ വളണ്ടറായിട്ടൊക്കെ നിൽക്കുന്ന കേട്ടോ. റൂസൊക്കെ പരിപാടിയൊക്കെ ഉള്ള സമയത്തൊക്കെ വളണ്ടറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഷാമിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ. അവരെയൊക്കെ കണ്ടു. ഷാമിന് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട കേട്ടോ. ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇവിടെ എങ്ങനെ നിൽക്കലുണ്ടായിരുന്നു, പണ്ട് ഇതുപോലെ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്. ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಜೊತೆ ನಮ್ಮ 2 ವಾಲಂಟಿಯರ್ಸ್ಗಳು ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಅಲ್ಲಿ ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅವರಿಗೆ ಸೂಚನೆ. ಎಲ್ಲ ಸಂದರ್ಶಕರು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ಸಹಕರಿಸಬೇಕು. അതുപോലെ പ്രത്യേകതയാണ് ആടാണ് കേട്ടോ. ആടിനെ കൊടുക്കുക. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച, ശനിയാഴ്ച ഫുഡ് ഉച്ചക്കത്ത് ചോറ്, ഒരുപാട് ഒരു 2 ദിവസം ചോറുണ്ടാവും. ശനിയാഴ്ച രാത്രി ശരിക്കും പോറ്റുന്നത് ഈ ഭാഗത്ത് വന്ന്. പിന്നെ ആ പച്ച തുണി കെട്ടിയ ഭാഗത്തിൽ കുറച്ച് ആടുകൾ, പിന്നെ അതിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ. വലിയ വലിയ ആടൊക്കെ ഉണ്ട്. ചെമ്പലി ആടുന്ന ഇങ്ങനെ ഈ ആടിന് ചെമ്പലി ആടുന്നത് അങ്ങനത്തെ അല്ലേ പറയൽ, അങ്ങനത്തെ ഒരു തോലാണ് കേട്ടോ ഇതിന്. പിന്നെ ഈ ആടൊക്കെ വലിയ ആടാണ് കേട്ടോ. അപ്പോൾ ഷാമേൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളിയാഴ്ച പോയത്. ശനിയാഴ്ച 9 മണി മുതൽ ഞായറാഴ്ച 9 മണി വരെ, രാത്രി 9 മണി വരെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഇതൊക്കെ വലിയ ആടാണ് കേട്ടോ. പിന്നെ ആടിന് ഷാമ് നിഷാദൊക്കെ കയറി അങ്ങനെ കഴിയുന്നതിനും തൊടുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ഈ പള്ളിയിൽ സിയാർത്തിന് മാത്രമല്ല കേട്ടോ, സിയാർത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഈ ആട്ടിനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന വലിയ വലിയ ആൾക്കാരായാലും അതുപോലെ നമ്മളെ പോലത്തെ ആൾ സിയാർത്ത് ചെയ്യാൻ വന്നവരെല്ലാം എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. തങ്ങന്മാരും
പിന്നെ അതുപോലെ തന്നെ എപ്പിസ്താദിലൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. എപ്പിസ്തൊക്കെ വന്നിട്ട് ഇവിടത്തേക്ക് വന്ന് ആടിനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവർ പിന്നെ തിരിച്ച് പോകുന്നത്. അങ്ങനെയല്ല, അവിടെ സ്റ്റേജിലേക്കെല്ലാം പോയത് ഈ ആടിനെയൊക്കെ കണ്ടിട്ടാണ്. എന്നിതാ അവിടെ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊരു വലിയ സ്ഥലമുണ്ട് കേട്ടോ. അതിലേക്കും ഒരുപാട് ആളുണ്ട്. ചെറിയ മക്കളാണ് കേട്ടോ ഇവിടെ നോക്കുന്നത്. മക്കളെല്ലാം എല്ലാവരും ഉണ്ട്, പക്ഷേ മക്കളാണ് കൂടുതലുള്ളത്. ഈ ആട്ടിന് വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും അതുപോലെ ഇതുപോലെ മേയിച്ച് കൊണ്ടുപോകാനും വരാനൊക്കെ ആടിനെ നോക്കാനൊക്കെ മക്കളും ഉണ്ട്. അങ്ങനെ ഇതാ ഷ്യാമിൻ്റെ ഫാമിലിയിൽ ഒരാളാണ് കേട്ടോ. പേരെനിക്കറിയില്ല, ഫാമിലിയിലാണ്. അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ ഷ്യാമിന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ തന്നെ ഫോസീൻ്റെ മോളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പള്ളീൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പെണ്ണുങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ നിഷാദിന് ടയേർഡായി. നിഷാദ് പോവാ മതി, നിൽക്കണ്ട, സിയാർത്തൊക്കെ കഴിഞ്ഞില്ലേ പോകാമെന്ന് അറിയുന്നുണ്ട് കേട്ടോ. അവനിക്ക് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതല്ലേ, എല്ലാവരും തങ്ങളൊക്കെ വരുന്നില്ലേ, പിപ്പിസ്താദൊക്കെ വരുന്നില്ലേ, നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. അപ്പോൾ അവർ വരുന്ന ടൈം പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എത്തുമ്പോഴേക്ക്. ഷ്യാമ ഉള്ളിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുത്തു കേട്ടോ. പള്ളീൻ്റെ ഉള്ളിൽ മക്കാമിൻ്റെ അടുത്തൊക്കെ പോയിട്ടുള്ള വീഡിയോ എടുത്തതാണിത്. ഇറങ്ങിയിട്ട് നമ്മളവിടെ മുന്നിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് കസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കാൻ സ്റ്റേജിൻ്റെ മുന്നിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കാൻ കസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാലണ്ടിയർമാർക്കൊക്കെ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷ്യാമിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് ചായയും റസ്ക്കൊക്കെ കിട്ടി. വാളണ്ടിയർമാർ അവിടെ ഡ്യൂട്ടിക്കാർ പോലീസുമാരൊക്കെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചായ ബിസ്ക്കറ്റ് എന്ത് വേണ്ട വെള്ളം കുപ്പി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷ്യാമിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ വാളണ്ടിയർമാരായിട്ട് നിൽക്കുന്നത്, കുപ്പിയും വെള്ളമായിട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ട്, ചായയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കും കിട്ടി കേട്ടോ. പിന്നെ റസ്ക് അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ വെച്ച് ഇവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല, നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് തന്നെ ഇരിക്കാമെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും വരുന്നത് എന്തായാലും പള്ളിയുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു, കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല മഗ്‌രിബ് കൊടുക്കുന്ന ടൈം ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിലേക്കും പോകണമല്ലോ, അപ്പം ആ നിസ്കാരത്തിന് പോകണമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് എല്ലാവരും തിരക്കാവും. നമുക്ക് കുറച്ച് മുന്നേ പോയിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എണീച്ച് പള്ളീൻ്റെ മുന്നിൽ വന്ന് നിന്നു കേട്ടോ. രാത്രിയാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി. മൊത്തം ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ പള്ളിയുടെ സൈഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പള്ളി മൊത്തം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ಗಮನಿಸಿ, ಗೇಟ್ ಮತ್ತು ವಾಲಂಟಿಯರ್ಸ್ಗಳ ಗಮನಕ್ಕೆ ಒಂದು ಅತಿಥಿಗಳ ವಾಹನ ಬರುತ್ತಾ ಇದೆ.
ഒരു സൈഡിലെ പുതുണ്ടാക്കി സുമാറും അതുപോലെ ഏലം പ്രക്രിയയില് ഭാഗവഹിച്ചവരാണ്.